ടർബോ സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ പടം, ഒന്നും പറയാനില്ല. മമ്മൂട്ടിയുടെ കലക്കം പടം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ റിലീസിംഗിന് മുമ്പ് വരെ ഒത്തിരി ഡീഗ്രേഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രേഡ് അടിച്ചവരൊന്നും പടം കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഡിഗ്രേഡ് അടിച്ച്. അവര് കാണാണ്ട് വെറുതെ എന്താ പറയണ, ഓരോ വീഡിയോ കണ്ട് അതിന് കമന്റ് ചെയ്യും, കാണാണ്ടൊക്കെ പറയായിരിക്കും. അല്ലാണ്ട് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാതൊന്നുമില്ല. സൂപ്പർ പടം, സൂപ്പർ ആക്ഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാഫ് വെറുതെ പഠിച്ച് പൊളിച്ചാക്കണം മമ്മൂട്ടി. ഒന്നും പറയാനില്ല. ആ സമയം അത്ര നേരം പോയി അറിഞ്ഞുകൂടിയില്ല പടം കഴിഞ്ഞത്. 73 വയസ്സ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രം. നമ്പർ വയസ്സ് തോന്നിക്കോ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ 71 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി അതൊക്കെ കലക്കിയാക്കല്ലേ. അതിനകത്ത് വില്ലൻ കുഴപ്പമില്ല, സൂപ്പറാണ്. ആദ്യം കാണിച്ചപ്പോ എനിക്ക് വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല. ആളെ കണ്ടപ്പോ ഒരു മുടി കഷണ്ടി, ആളെ ഒരു സൈസ് ഒന്നും ഇല്ല വില്ലൻ എന്ന് പറയുമ്പോ. പിന്നീട് അവന്റെ പെർഫോമൻസ് കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും വില്ലൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഭയങ്കര ആചാരവാഹുവാണ്. എന്തായാലും ആ ഒരു ഇതിന് വ്യത്യസ്തമായ ഒരു അദ്ദേഹത്തിന്റെ ആക്ഷനും അദ്ദേഹത്തിന്റെ അഭിനയവും വെച്ച് നോക്കിയാൽ നല്ലൊരു വില്ലൻ തന്നെയാണ്. അടിപൊളി. അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഡീഗ്രേഡ് അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ചിത്രം കൂടുതലൊന്നും എന്റെ ഫ്രണ്ട്സ് കണ്ടവരൊക്കെ നല്ലതാന്നാ പറഞ്ഞത്. പിന്നെ ഈ ഫോണിലൊക്കെ ഒരേ വീഡിയോസ് അതിൽ കമന്റ് നോക്കുമ്പോൾ ഡിഗ്രേഡ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ പടം കാണാൻ പോയി. കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മമ്മൂട്ടിയുടെ ഇൻട്രഷൻ കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു അടിപൊളി സീനാണ് മമ്മൂട്ടി കാണിക്കുമ്പോ പ്രതീക്ഷിക്കണത്. പെട്ടെന്ന് അവളുടെ കൂടെ നടന്നു വരുമ്പോ കാണിക്കുമ്പോൾ ഒരു തോന്നില്ല. പിന്നീട് ആ പള്ളിയിൽ വന്നൊരു ജീപ്പിൽ വന്ന സീനില്ലേ, അത് കലക്കും. മാസ് ഒന്നും പറയാല്ല, അടിപൊളി. കോമഡി ചെറിയ കോമഡി മമ്മൂട്ടി അടിക്കുന്നത് കുഴപ്പമില്ല, അത്യാവശ്യം വിജയിച്ചൊന്നും. എന്തായാലും ചിത്രം വേറെ ലെവൽ, അടിപൊളി, സൂപ്പർ പടം, എല്ലാരും കാണണം. എങ്ങനെയുണ്ട് മമ്മൂട്ടി ടർബോ സിനിമ? നല്ല ആക്ഷൻ സീനൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സിൽ ആക്ഷൻ സീനൊക്കെ നല്ല രസമുണ്ടായി. ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായ മമ്മൂട്ടി ഇങ്ങനെ ആക്ഷൻ സീനൊക്കെ ചെയ്ത് കുറെ നാളായല്ല, അപ്പൊ കണ്ടപ്പോ നല്ല രസമുണ്ടായി. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഡീഗ്രേഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രായം വെച്ചിട്ട് അതുപോലെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ചിത്രം ശരിക്കും പ്രേക്ഷകർക്ക് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് മാറി. ഇപ്പൊ ഇത്രയും വയസ്സിൽ ഇത്രയൊക്കെ ചെയ്തല്ല, ഇത്ര ആക്ഷൻ സീനൊക്കെ ഈ 73 വയസ്സിൽ ഇത്രയും ചെയ്യണമെങ്കിൽ പുള്ളിക്ക് മെഗാസ്റ്റാർ ആണോ, അല്ലെങ്കിൽ അതിന് മേലെ കൊടുക്കാം അദ്ദേഹത്തിനൊരു മെഗാസ്റ്റാറിന് കൊടുക്കാം. കാരണം ഇത്ര ആക്ഷൻ സീനൊക്കെ അഭിനയിച്ച ആളാണ്. കുറെ നാളായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ മൂവി വരുന്നത്. ചെറുപ്പക്കാർക്ക് വരെ ചെയ്യാൻ പറ്റാത്ത രംഗങ്ങളാണ്, ആക്ഷൻ രംഗങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതെ, ലാസ്റ്റത്തെ ക്ലൈമാക്സിനൊക്കെ അടിപൊളിയാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു സിനിമയെ കുറിച്ച് ഒരു 30% ആൾക്കാരെ ഡീഗ്രേഡ് അടിക്കുന്നുണ്ട്. അല്ലാണ്ട് അതില് ആക്ഷൻ സീനൊക്കെ അടിപൊളിയാണ്. ബോറടിക്കുന്നില്ല, അങ്ങനെ ബോറടിയൊന്നും ഇല്ല. ഈ ഒരു സിനിമയുടെ സ്റ്റോറി മേക്കിംഗ്, ഡയറക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ മറ്റേ ചില സ്റ്റിൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്ക് കൊടുക്കാൻ നല്ലൊരു ചിത്രം തന്നെ പറയാം അല്ലെ? ഈ ഒരു സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൂടിയോ പറഞ്ഞു? പുള്ളിയുടെ ഇഷ്ടം കൂടുള്ളൂ, പറയൂല. മമ്മൂട്ടിയുടെ ഇതിന് മുമ്പ് കണ്ട ഒരു ചിത്രത്തിന്റെ പേര് പറയാം. ഇതിനു മുമ്പ് കണ്ണൂർ സ്കോഡ് ഈ ചിത്രം. കണ്ണൂർ സ്കോഡ് എന്ന് വെച്ചാൽ അത് വേറൊരു തലം. ഇത് മറ്റേ ആക്ഷൻ. അത് മറ്റേ എന്തായാലും ആക്ഷൻ കംപ്ലീറ്റ്ലി പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നു. പടം ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ടർബോ സിനിമ? എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫും നല്ല ഫൈറ്റ് ഉണ്ട്, സെക്കൻഡ് ഹാഫും അതിലും പൊളിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ശരിക്കും ഈ മമ്മൂക്കയുടെ ഈ ഒരു 73 വയസ്സ് എന്ന് പറയുന്ന വെറും ഒരു നമ്പർ മാത്രമായിട്ട് തോന്നി ഒരു ചിത്രം കണ്ടപ്പോ? സാധാരണ എല്ലാവരും ഇങ്ങനെ അടിയുപ്പിനെ വെച്ചാണ് ഫൈറ്റ് ഒക്കെ എടുക്കണം. പക്ഷെ പുള്ളി ഈ വയസ്സിലും നല്ല അടിപൊളിയായിട്ട് പുള്ളി തന്നെ ഏറ്റെടുത്ത് ഫൈറ്റ് ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എൻട്രി സീനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റത്തെ ഫൈറ്റ് അതൊന്നും പറയാനില്ല, അത് നൈസാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാസായിട്ട് ചെയ്തൊരു ഒത്തിരി രംഗങ്ങൾ ആ ചിത്രത്തിലുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പറയാനായിട്ട് എല്ലാവരും ചെയ്യണ പോലെ ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ആയിരുന്നു ഫൈറ്റിൽ കാണാൻ. നമുക്ക് പറയൂല, ഇത്രയും വയസ്സായ ഒരാളാണ് ചെയ്യണേ നമുക്ക് തോന്നൂല. അമ്മാതിരി ഇതാണ് ഫൈറ്റാണ്. ലാഗിങ് ഉണ്ടോ? ബോറടിക്കുന്നുണ്ടോ ചിത്രം? ഇല്ല, ഒരിക്കലും ബോറടിക്കില്ല. ഫസ്റ്റ് ഹാഫിലും നല്ല അത്യാവശ്യം തമാശയും അതേപോലെ തന്നെ ഫൈറ്റും നല്ല സീൻസ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഫുള്ളി ത്രില്ല് അടിക്കണാണ്. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ മാസ് എന്ന് പറയാമോ? അതെ, ട്രിപ്പിൾ മാസ് പറയാം. നല്ല ചേസിംഗ് ഒക്കെ ഉള്ളതാണ്. വൈശാഖ് എന്ന് പറയുന്ന ഈ വൈശാഖിന്റെ ഒരു മാജിക് ആണോ ഒരു ചിത്രം? അതെ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ മൂവി അടിപൊളിയാനായിട്ട് പുള്ളിയുടെ ഇത് ശരിക്കും ഉണ്ട്. നല്ല ഫൈറ്റും ഇതൊക്കെ ആയിട്ട്, പിന്നെ ചേസിങ് അത് പറയാനായിട്ട് അത് ശരിക്കും എടുത്ത് പറയാനുള്ളതാണ്. ലിയോക്ക് ശേഷമുള്ള ഏറ്റവും അടിപ്പം കാർ റേസിംഗ് ആണ് ഇതിലുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിത്രത്തിലെ വില്ലനെ കാണുമ്പോൾ വളരെ മെലിഞ്ഞൊരു വില്ലനാണ്. അത് വെച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടപ്പോ എന്താണ് തോന്നിയത്? മെലിഞ്ഞ ശരീരം നോക്കിയിട്ട് കാര്യമില്ല, പുള്ളിയും അടിപൊളിയാണ് ശരിക്കും. ഷെട്ടി അതെ, എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി.
ഏറ്റവും അടിപൊളിയാണ്. നമുക്ക് ശരിക്കും നമുക്ക് ഇടിക്കാൻ തരിപ്പുള്ള ഒരു ഇതാണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് വില്ലൻ കഥാപാത്രം ശരിക്കും ചെയ്തിട്ടുണ്ട്. അഭിനയത്തിന്റെ ഒരു തോത് വേറെ റേഞ്ച് ആയിരുന്നു വില്ലന്റെ അല്ലെ. അതെ അതെ അതെ. ഈ ഒരു ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഡീഗ്രേഡ് അടിച്ച കുറെ ആളുകളുണ്ട്. ശരിക്കും അവരോട് പറയാനുള്ളത് എന്താണ്? മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ സിനിമ ഇനി നല്ലത് മന്നതും വരാനിരിക്കണൊക്കെ അടിപൊളി ആയിക്കോളൂ. വേറെ റേഞ്ച് ആയിരിക്കും. അത്രേ അപ്പൊ അടിപൊളി. ഡീഗ്രേഡ് പറയുന്നവരോട് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞാൽ അതെ അതെ. ഈ സിനിമ മാസാണ്. അത് കണ്ടിട്ട് അവരോട് എങ്ങനെയൊക്കെ പറയാൻ പറ. ഇറങ്ങണേക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ പോയി കണ്ടിട്ട് ഇതിനെ കുറിച്ച് എന്താന്ന് പറയാൻ പറ. ടർബോ സിനിമ എങ്ങനെയുണ്ട്? നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് നല്ലതാണ്. ശരിക്കും ഈ മമ്മൂട്ടിയുടെ ഈ ഒരു ഏജ് വെച്ചിട്ട് ഈ പറയുന്ന സംഘടനകളൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ലതായിരുന്നു, കിഡിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏജ് നോക്കുമ്പോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ട്രിപ്പിൾ മാസാണോ ചിത്രം? അതെ, സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുക്കാൻ നല്ല. വൈശാഖിന്റെ ഒരു മാജിക് എന്ന് പറയാൻ പറ്റും ചിത്രത്തിന്. പുള്ളിയുടെ നോർമൽ പടങ്ങളുള്ള പോലെയൊക്കെ തന്നെ. ശരിക്കും ഈ ഒരു 73 എന്ന് പറയുന്ന ഒരു വയസ്സ് ശരിക്കും ഒരു നമ്പർ മാത്രമാണ് തെളിയിച്ചൊരു ചിത്രമാണ് മമ്മൂട്ടി. അതെ, സംഘടന രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു.